ഫുൾ ലോണിന് കണക്കായിട്ട് റേറ്റ് കുറച്ചതാണോ അല്ലെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് ഫുൾ ലോൺ അല്ല, നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ മാക്സിമം കച്ചവടം കൂട്ടുക. അതാണ് ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, നമസ്കാരം. ഞാൻ അഭി, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ലൊക്കേഷൻ പറഞ്ഞുതരാം, അതിന് മുന്നേ വേറെ കാര്യം കാണിച്ചു തരാം. ഏകദേശം 30,000 രൂപ ഓരോ വണ്ടീനെ മുകളിൽ ലൈവായിട്ട് കുറച്ചിട്ട് കാണിച്ചു തരാം. 7,25,000 രൂപയാണ് ഈ വണ്ടിക്ക് റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് 6,85,000 രൂപയ്ക്കാണ്. ചെറുവണ്ടിയാണെങ്കിലോ 1,65,000 രൂപ ഫുൾ ലോഡ് പറഞ്ഞ വണ്ടി 1,30,000 രൂപയ്ക്ക്. എല്ലാം തന്നെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്ന ഡ്രീം കാർ എന്നുള്ള ഷോറൂമാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കോഴിപ്പുറം, അതായത് പള്ളിക്കൽ ബസാറിന് തൊട്ടടുത്തുള്ള കോഴിപ്പുറം എന്നുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അവർക്കുള്ള ഓരോ അടികളും വണ്ടികളും പരിചയപ്പെട്ടു തുടങ്ങാം. വീഡിയോ നസർഗോ പുതിയ ഷോറൂമാണ്. പുതിയ ഓഫർ ഉണ്ടോ? ഓഫറിനുള്ളൂ നമുക്ക്. ആയിക്കോട്ടെ. ഫസ്റ്റ് വണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡാറ്റ്സൺ റെഡിഗോ 2016 മോഡൽ KL 13 കണ്ണൂർ വണ്ടി. എത്രയ്ക്ക് കൊടുക്കുന്നുണ്ടോ നിങ്ങള്? നമുക്ക് 1,30,000 രൂപ കൊടുക്കാം. 30,000 ഞാൻ ഇന്റർവ്യൂ പറഞ്ഞു. ഞാൻ കുറെ വിചാരിച്ചില്ല, ഇനി പറയാനില്ല. അതന്നെ നല്ല പ്രൈസ് അല്ലേ? ആണ്. 1,60 ഫുൾ ലോഡ് കയറുന്നുണ്ടാവും. ഓണർഷിപ്പ് എത്രണ്ട് വണ്ടി? ഓണർഷിപ്പ് സിംഗിൾ. നിലവിലെ കണ്ടീഷൻ ഒക്കെയോ? നിലവിലെ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, പക്ക ക്ലിയർ ആണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. പവർ വിൻഡോ വരുന്നുണ്ട്. ഇത് ഈ ഓപ്ഷൻ, ഈ റെഡിഗോയിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ആണ്. T ആണോ? അതെ. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റില്ല, അത്യാവശ്യം പ്രൊഫൈൽ ഫുൾ ലോൺ ക്യാഷ് ബാക്ക് കൊടുക്കല്ലേ വണ്ടി. അടുത്ത 2014 മോഡൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഐറ്റം ഗ്രാൻഡ്. അതെ ഫുൾ കിലോമീറ്റർ 32 അങ്ങാണ്ട് കിലോമീറ്റർ ഓടിട്ടുള്ളൂ കേട്ടോ. അത്രേ ഓടിട്ടുള്ളൂ. സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. വണ്ടി കാണാൻ അത്യാവശ്യം ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. വലിയ വില പറയുന്നത് ഇല്ല, ഇത് നിങ്ങളെ വീഡിയോ ഒക്കെ പ്രമാണിച്ച് നമ്മൾ മാക്സിമം, അതായത് നിങ്ങളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. റേറ്റ് ഒരു 2,85,000 രൂപ കൊടുക്കാം. 2014 മോഡൽ ഓട്ടോമാറ്റിക്. അതെ, ഓഫർ പ്രൈസ് ആണ്. നമുക്ക് എന്തെങ്കിലും അതിന് ഫുൾ ലോഡ് എന്തായാലും കൊടുക്കാം നമുക്ക്. 3,500,000 ഓ കൊടുക്കാം. അതെ ധൈര്യത്തിൽ എടുക്കാം, മെക്കാനിക്കൽ ഫിറ്റ് ആണ്. അടുത്ത പോള 2013 മോഡൽ ഹൈലൈൻ ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഇതിന്റെ മുന്നേ യൂട്യൂബ് ചെയ്ത വണ്ടിയായിരുന്നു. ഒരു കസ്റ്റമർ അഡ്വാൻസ് തന്നിട്ട് അവർക്ക് ലോൺ എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് ഞാൻ തന്നെ വീഡിയോ 2-3 പ്രാവശ്യം വീഡിയോ അവസാനം ലോണ് പൊട്ടിപ്പോയതാണ്. അപ്പൊ മെനിയാന്നാൾ അവരുടെ ലോൺ കൺഫേം ആയെന്ന് പറഞ്ഞ് പിന്നെ അത് എന്തോ റിജക്റ്റ് ആയി. അപ്പൊ ഒരുപാട് കസ്റ്റമർ നമ്മൾ അതിനേശം വണ്ടിക്ക് വിളിച്ചിരുന്നു. അപ്പൊ എല്ലാവരും നമ്മൾ സെയിലായി എന്നാ പറഞ്ഞത്. അപ്പൊ ഈ വണ്ടി ലോൺ കൊടുത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതിന് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 2,50,000 രൂപ വരെ നമുക്ക് ലോണ് 2,40,000 ലോൺ ചെയ്ത് കൊടുക്കാം. 2,70,000 നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം. എടുക്കുന്ന നിലവിൽ എന്തെങ്കിലും വർക്ക് നിലവിൽ ഇപ്പൊ മേജറായിട്ടൊന്നും കാണുന്നില്ല. ബാക്കി പിന്നെ അവരെ വന്നിട്ട് നമുക്ക് അവർ ചെക്ക് ചെയ്ത് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുപോയിക്കോട്ടെ. നമ്മൾ അത്രയും നല്ലൊരു പൈസയിലുള്ള വണ്ടി കൊടുക്കുന്നത്. ഹ്യുണ്ടായി ആക്സെന്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2014 മോഡല്. SX ഓപ്ഷനിൽ പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് 2,90,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. 2,90,000 രൂപ 2014 ഫുൾ ഓപ്ഷൻ വണ്ടിക്ക്. ഡീസൽ അല്ലേ ഇത്? ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ. ഡീസലാണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് വരുന്നുണ്ടോ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1 lakh റേഞ്ചിൽ ഓടിയിട്ട്. അതെ. നിലവിൽ എടുക്കുന്നൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നിലവിലൊന്നുമില്ല. ഇനി ഈ ഗ്രാൻഡൈറ്റർ ആണെങ്കിലോ? ഇത് നമുക്ക് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഡീസലാണ്. ഐറ്റം ഗ്രാൻഡ്. ഇത് നമുക്ക് സ്പോർട്സ് ഓപ്ഷനാണ് വരുന്നത്. സ്പോർട്സ് എന്നുള്ള ഓപ്ഷൻ. അതെ. നിലവിൽ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഒരു 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് സർവീസ് ഉള്ള വാഹനമാണ്. ഓക്കെ, നമുക്ക് 3 ഡീസൽ വണ്ടി അതിനെ കൊണ്ടാണോ എല്ലാ വണ്ടി 1,00,000 റേഞ്ച് വരുന്നത്? അതെ. അത്യാവശ്യം മൈലേജ് വരുന്ന വണ്ടികളാണ്. അതെ. അത്ര തന്നെ ഓടി ഉണ്ടാവില്ല എന്തായാലും. ഡീസൽ വാഹനം അങ്ങനെയാണല്ലോ. അതെ, 2015-16 ഗ്രാൻഡൈറ്ററിന് റേറ്റ് വരുന്നത് നമുക്ക് 3,10,000 ഫയൽ കൊടുക്കാം. 3,10 2015-16 ഗ്രാൻഡൈറ്റർ. അതെ. ഫൈനലാന്ന് കൊടുക്കാന്ന് പറയുന്ന ഫുൾ ലോൺ അതിനകത്ത് ഫുൾ ലോൺ ഇൻക്ലൂഡ് ആണ്. അതെ. ഇനി ഫ്ലൂയിഡ് i20 ആസ്റ്റ് ആണെങ്കിലോ? ആസ്റ്റ് നമുക്ക് 2,80,000 രൂപ. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ പറയുക, പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. നമുക്ക് 2,75,000 ഫൈനൽ കൊടുക്കാം. നമുക്ക് വേരിയന്റ് ആസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫീച്ചർ സൈഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ലോക്ക് മുതൽ ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി അലോയ് വീൽസ്, ഇങ്ങനെ ഒരു ലോഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് KL 57 വണ്ടിയാണ്. ഡുവല്ലി രജിസ്ട്രേഷൻ. നിലവിലുള്ള കണ്ടീഷൻ നിലവിൽ പക്കയാണ്. ഓക്കെ, റേറ്റ് 2,75,000 നമുക്ക് ഫൈനൽ കൊടുക്കാം. 2,75. ലോൺ നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ള് കൊടുക്കാം. ഓക്കെ, 16 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്.
അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ഇത് കാര്യങ്ങൾ വേരിയന്റ് ഏതാ വരുന്നത്? ഇത് LD ഓപ്ഷനിലാണ് വരുന്നത്. അതിൽ അഡീഷണൽ ആയിട്ട് അലവിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. LD ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ LDA അല്ല, LD അല്ല, ഓപ്ഷണൽ എയർ ബാഗ് കാര്യങ്ങൾ VDI കൂടുതൽ ഫീച്ചർ വരും. അതെ അതെ അതെ, പേരിൽ മാത്രമേ LDA ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് AC, OE alloy വീൽസ്, പിന്നെ എയർ ബാഗ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും LD ഓപ്ഷനിലേക്ക് വരുന്നേരം ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. അതെ അതെ. 2016 പ്ലസ് കിലോമീറ്റർ ഒക്കെ ഓടി ഉണ്ടാവും. കിലോമീറ്റർ നമുക്ക് ഏകദേശം ഒരു 1.5 റേഞ്ചിൽ ഓടി ഉണ്ടാവും. ഓക്കെ. ഓണർഷിപ്പ് സിംഗിളോ? ഓണർഷിപ്പ് സെക്കൻഡ്. അതെ അതെ. ഇപ്പൊ 2016 പ്രസംഗങ്ങൾ എത്രയ്ക്ക് കൊടുക്കുന്നുണ്ടോ? നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ ലോണൊക്കെ? ലോൺ നമുക്ക് ഫുൾ ഓൺ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഓക്കെ. ഇനി സ്കോഡ റാപ്പിഡ് ആണെങ്കിലോ? സ്കോഡ റാപ്പിഡ് നമുക്ക് 2013 മോഡലാണ്. ഇത് നമുക്ക് 2,30,000 രൂപ ഫൈനൽ കൊടുക്കാം. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ ഇതേമാതിരി ഒരു 1.5 ലക്ഷം കിലോമീറ്റർ. റാപ്പിഡൊക്കെ പിന്നെ അത്യാവശ്യം ഓടല്ലോ, ഓടാനാണല്ലോ ആളുകൾ. അതെ അതെ അതെ, മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട് ഡീസൽ. അതെ അതെ. നിലവിൽ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ വണ്ടി കാണാൻ. അതെ 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 അതെ. ഇതൊക്കെ പോളിഷ് ചെയ്ത് വെച്ചതാ? പോളിഷ് ചെയ്തില്ല, നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പക്ഷെ പോളിഷ് ചെയ്ത തന്നെ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ചില വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും, എല്ലാ വണ്ടികളും ഇല്ല. ഫുൾ ലോൺ നമുക്ക് ഒരു 3 രൂപ വരെ നമുക്ക് മാക്സിമം കൊടുക്കാം. പ്രൊഫൈലൊക്കെ റെഡി ആണെങ്കിൽ 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ വരെ. വണ്ടിക്ക് എത്ര വില? വണ്ടി നമുക്ക് 3.30 കൊടുക്കാം. നേരത്തെ 2.30. സോറി, 2.30 കേട്ടോ, മാറിപ്പോയതാണ്, 1 ലക്ഷം മാറിപ്പോയതാ. റിഡ്സ് 2013 മോഡല്, ന്യൂ ഷേപ്പ് ആണ്. അതെ. KL10 മലപ്പുറം രജിസ്ട്രേഷൻ. അതെ. നിലവിലുള്ള കണ്ടീഷൻ ഒക്കെയോ? നിലവിലുള്ള കണ്ടീഷൻ തന്നെ വണ്ടി മെക്കാനിക്കൽ ഫിറ്റ് ആണ്. പിന്നെ ഇതിൽ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് അലൈവീസ് വരുന്നുണ്ട്, അതേപോലെ ലെതർ സീറ്റർ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ സെറ്റ്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് 2,90,000 രൂപ ഫയൽ നമുക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ലപോലെ വർക്ക് എടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ അതെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഒരു 1ന്റെ മേലെ ഓടി ഉണ്ടാവും. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓൾട്ടോ 2016 മോഡൽ LX ആണ്. നമുക്കൊരു 2.25 കൊടുക്കാം. 2.25 2016 മോഡൽ ഓൾട്ടോ 800. കിലോമീറ്റർ നമുക്ക് ഒരു 90,000 ഓടിയിട്ടുണ്ട്. 90,000 ഓടിയിട്ടുണ്ട്. നിലവിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൾട്ടോ ആണ്, കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അതെ അതെ അതെ. മൈലേജ് കിട്ടും. ലോ ബഡ്ജറ്റ് വെഹിക്കിളാണ്. 16 ആണ്. അപ്പൊ അതിന്റെ ഒരു വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഓക്കെ. ഇനി ഫുൾ ഓപ്ഷൻ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്ന വെൻഡോ നമുക്ക് 2014 മോഡലാണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിള്. 16 അല്ലല്ലോ? 14 വെൻഡോ ഹൈലൈൻ ആണ്. അതെ. 1 lakh റേഞ്ചിൽ ഓടിയുണ്ട്. ഡോക്ടറെ ചിഹ്നമൊക്കെ കാണുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇത് നിങ്ങൾക്ക് കിട്ടുന്നേരമുള്ളതല്ലേ? അതെ. ഇത് ചിഹ്നം ഡോക്ടർ തന്നെയാണ്, ഒറിജിനൽ ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും എപ്പോഴും പറഞ്ഞത് വണ്ടിയുടെ കണ്ടീഷൻ എന്താ? അതാണ് നമ്മൾ നോക്കണ്ടേ. അതാണ് നോക്കണ്ടേ. അതെ. നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? നിലവിലെ കണ്ടീഷൻ നല്ല പക്കാണ്, എല്ലാ ഭാഗവും ഫിറ്റ് വാഹനം. ഓക്കെ. ഓക്കെ. എന്താ റേറ്റ് നിൽക്കുന്നത് 2014 വെൻഡോ ഫുൾ ഓപ്ഷൻ വണ്ടി? നമുക്കൊരു 3,30,000 രൂപ കൊടുക്കാം. 3.30. 3.30 14 വെൻഡോ മാനുവൽ വണ്ടി. അതെ. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുമോ വെൻഡോന്? ഫുൾ ലോൺ കൊടുക്കാലോ നമുക്ക്. 2014 വണ്ടിയല്ലേ. ഇനി I20 ആണെങ്കിലോ? I20 നമുക്ക് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമുക്ക് 4,15,000 രൂപ നമുക്ക് കൊടുക്കാം. ഏകദേശം ഒരു 390 ലോണും ചെയ്ത് കൊടുക്കാം. ഇത് I20 ആസ്റ്റ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. പട്ടശാട്ട് കാര്യങ്ങൾ വരുന്ന വണ്ടിയല്ലേ? അതെ അതെ അതെ. 2014 I20 ആസ്റ്റ അതിനെ കൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. അത്രയാണ് ലോഡ് കയറില്ല അങ്ങനെയാണെങ്കിൽ? അതെ, ലോഡ് കയറും. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, അലോയ് വീൽസ്, ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് എൻഡ് വേരിയന്റ്. നിലവിൽ എടുക്കുന്നതൊക്കെ ബിസിനസ് എടുത്തൂടെ? കൊടുക്കാലോ, ധൈര്യത്തിൽ എടുക്കാം. ഓക്കെ. ഇനി അടുത്തത് KUV ഡീസൽ 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. K2 പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടി ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമുക്കൊരു 3 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാം. 2017 KUV K2 ഡീസൽ വണ്ടി. അതെ. M Falcon എഞ്ചിൻ, D75 D80 ആണ് വരിക. നോക്കണം. ഓക്കെ. അപ്പൊ നിലവിൽ ഫുൾ ലോൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണോ? ഫുൾ ലോൺ കൊടുക്കാം നമുക്ക്. എങ്ങനെയായാലും 20ന്റെ പുറത്ത് മൈലേജ് കിട്ടുന്ന 6 സീറ്റർ വണ്ടിയാണ്. അതെ. അത് ഡീസൽ അല്ലേ? അതെ, ധൈര്യത്തിൽ എടുക്കാം. ഇനി അടുത്തത് I20 ആസ്റ്റ 2015 ആണെങ്കിലോ? 2015 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്ക് 4,55,000 രൂപ കൊടുക്കാം ഫൈനൽ. 4,55 ഫൈനൽ കൊടുക്കാം. 8.5 ആണോ? 4,55 ഫൈനൽ കൊടുക്കാം. 4.5 ലക്ഷം. അതിന്റെ കൂടെ 5,000 കൂടെ വരും. ലോണൊക്കെയോ? ലോൺ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4,30 ഒക്കെ ചെയ്ത് കൊടുക്കാം. 4.30. 15 റുപ്യൊക്കെ കസ്റ്റമർ നോക്കാം. മാക്സിമം ഫുൾ ലോൺ നമുക്ക് നോക്കാം. I20 ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഡീസലാണ്. അതെ അതെ. നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും. അതെ അതെ. ഈ പറഞ്ഞ രീതിയിലുള്ള ഓഫറുകളൊക്കെ വലിയ വണ്ടിയിലേക്ക് ഉണ്ടാവുമോ? വലിയ വണ്ടി നമുക്ക് കൊടുക്കാലോ ഓഫറിൽ. 2016 മോഡലാണ്. 84,000 കിലോമീറ്റർ, 85,000 കിലോമീറ്റർ ആണ്.
ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ആണ്. ജെന്യൂനാ? ജെന്യൂൻ കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ വരുന്ന W4 2016. റേറ്റ് എങ്ങനെ വരുന്നുണ്ട് നസറുക്ക? നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത റേറ്റ് അതിനെ നമുക്ക് ഫുൾ ലോൺ ഒക്കെ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ കൊടുക്കാം. നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ ഒക്കെ നമുക്ക് ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ശരി. ഇനി അടുത്ത WRV അല്ല ഐ മീൻ അടുത്ത XUV? അടുത്ത XUV 2012 മോഡൽ W8 ആണ് വരുന്നത്. ഇത് നമുക്ക് 4.25 കൊടുക്കാം. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. അതെ അതെ. നമ്മളെ ഷോറൂം കാസർഗോഡ് അല്ലല്ലോ, മലപ്പുറം അല്ലേ? പക്ഷെ WRV ഒക്കെ എന്താ അവിടെ XUV ഒക്കെ അവിടെ നിന്നാണ് കൂടുതൽ വരുന്നത്. ഓക്കെ. ഇത് ശരിക്കും ഓൾഡ് ഷേപ്പ് ആണോ ന്യൂ ഷേപ്പ് തന്നെയാണോ വരുന്നത്? ന്യൂ ഷേപ്പ് 2016 വരുന്നത് ന്യൂ ഷേപ്പ് ആണ്. ഇത് ന്യൂ ഷേപ്പിലേക്ക് നമ്മൾ ഹെഡ് ലാമ്പ് മാത്രം കസ്റ്റമർ കൺവേർട്ട് ചെയ്താണ്. ഓക്കെ. ഈ ഒരു വണ്ടിക്ക് ചെയ്യുന്നത് എത്രയാണ്? 2012 ഫുൾ ഓപ്ഷൻ 4.25 കൊടുക്കാം നമുക്ക്. 2012 W8. ഇനി അടുത്തത് 2017 മോഡൽ എർട്ടിക ഹൈബ്രിഡ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. അതെ 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 അതെ. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷം കിലോമീറ്റർ റേഞ്ച് ഓടി ഉണ്ടാവും. ഓക്കെ. പക്ഷെ നമുക്ക് കിലോമീറ്റർ ഓടിക്കൂടെ നമുക്ക് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ടൈം ഇഞ്ചിന് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് പക്ക വർക്ക് എടുത്ത വണ്ടിയാണ്. നമുക്കൊരു 6,10,000 രൂപ നമുക്ക് കൊടുക്കാം. 6.10 കൊടുക്കാം നമുക്ക്. 6.10 2017 മോഡല് ഹൈബ്രിഡ് എർട്ടിക്ക കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VDI എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. അതെ അതെ. എടുക്കുന്നതൊക്കെ എന്തായാലും ഒരു 18-20 എന്തായാലും മൈലേജ് കിട്ടൂലേ? അതെ അതെ കിട്ടും. 18-20 എന്തായാലും മൈലേജ് നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണും ചെയ്യാല്ലേ? അതെ അതെ. നമ്മൾ ഫുൾ ഓണിന് കണക്കായിട്ട് റേറ്റ് കുറച്ചതാണോ അല്ലെങ്കിൽ? നമ്മൾ റേറ്റ് കുറച്ച് ഫുൾ ഓൺ അല്ല, നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ മാക്സിമം കച്ചവടം കൂട്ടുക. അതാണ് ഇപ്പോഴത്തെ നമ്മളെ കണ്ടീഷൻ. ഓക്കെ. നമ്മളിപ്പോൾ തുറന്നിട്ട് ആകെ 2-3 ആഴ്ച ആവണുള്ളൂ. അപ്പൊ മാക്സിമം നമുക്ക് കച്ചവടങ്ങൾ നമ്മൾ കൂട്ടുക. അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ഡസ്റ്റർ എന്താ ഓഫർ കൊടുക്കുക? ഡസ്റ്റർ നമുക്ക് 2014 മോഡലാണ് വരുന്നത്. 85 ആണ് വണ്ടി. എഞ്ചിൻ 85 ആണ് വരുന്നത്. 85. ഓക്കെ. നമുക്കൊരു 3,35,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. ഓൾമോസ്റ്റ് ഇതിന് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ 85 ആണെങ്കിൽ നിങ്ങൾ ഫുൾ ലോൺ കൊടുക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. കാരണം എന്താ വെച്ചാൽ 110 ആർക്കും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. കാരണം കുറച്ചുകൂടെ മെയിൻ്റനൻസ് വരുന്ന വണ്ടി എടുക്കൂല. എല്ലാവരും 85 ഇവിടെ ചോദിച്ചു വരുന്നത്. ഓക്കെ. ഈ റേറ്റ് എത്രയ്ക്കാ? 3.35. 3.30 നമുക്ക് കൊടുക്കാം. 3.35 കൊടുക്കുക. KL11 കോഴിക്കോട് വണ്ടി. അതെ അതെ. കാസർഗോഡ് മാത്രമല്ല, എനിക്ക് കോഴിക്കോട് എല്ലാ സംസ്ഥാനവും നമ്മളെ കൊടുത്തിലാണല്ലോ. കേരളത്തിലുള്ള ആൾ ഇതൊക്കെ കേരളത്തിലുള്ള ജില്ല. അതെ അതെ. എല്ലാ ജില്ലയും കേരളത്തിലാണല്ലോ. KL12 വയനാട്. ഇത് നമുക്ക് 2013 മോഡൽ ടൈറ്റാനിയം പ്ലസ് ആണ്. പുഷ്പടന്റെ കാര്യങ്ങളെല്ലാം വരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് അന്നത്തെ. ടൈറ്റാനിയം പ്ലസ് അല്ലേ? അതെ അതെ. ഏറ്റവും ടോപ്പ് 13 ഫുൾ ഓപ്ഷൻ വാഹനം. എയർ ബാഗും ഓട്ടോമാറ്റിക് AC ഒരു എല്ലാ ഫീച്ചേഴ്സും പുഷ്പടനും കാര്യങ്ങളെല്ലാം വരും. ഓക്കെ. ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? കിലോമീറ്റർ അതിൽ 1,10,000 എങ്ങാണ്ട്. കാരണം കിലോമീറ്റർ ഇഷ്ടം നമുക്ക് നമ്മൾ എടുത്തില്ല വാഹനം. ഓക്കെ. ഇത് നമുക്ക് 3.25 കൊടുക്കാം. 3.25 കൊടുക്കാം. ഓക്കെ. 2013 ആണ് ഫുൾ ഓപ്ഷൻ വാഹനം. ഡീസൽ. ഇനി ഇന്നോവ ആണെങ്കിലോ? ഇന്നോവ നമുക്ക് 2016 മോഡലാണ്. 16 ഉണ്ടാവില്ല, അത് 2013 മോഡലാണ്. ഇത് നമുക്ക് ഒരു 6.25 കൊടുക്കാം. 6.25 2013 ഇന്നോവ G4 ടൈപ്പ് 4 വരുന്ന വണ്ടി അല്ലേ? അതെ അതെ. ഇന്റർകൂളർ വരുന്ന വണ്ടിയാണ്. അതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. നിലവിലെ ഇന്നോവേന്റെ കണ്ടീഷൻ എന്താ? ഇന്നോവ ഓൾമോസ്റ്റ് കണ്ടീഷൻ മെക്കാനിക്കൽ ഓക്കെയാണ്. KL65 എന്ന് പറയുന്ന നേരം റീവണ്ടിയാണോ? റീവണ്ടിയാണ്. അതെ അതെ അതെ. വിശ്വസിച്ച് എടുക്കാൻ പറ്റുമോ റീവണ്ടി ആണെങ്കിലും? റീവണ്ടി നമുക്ക് എന്താ പറയാ, എന്തായാലും റീവണ്ടി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും. പക്ഷെ വണ്ടി മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്കയാണ്. അതെ. അടുത്ത നമുക്ക് 2013 മോഡല് i20 ഡീസലാണ്. മാഗ്ന ഓപ്ഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് 2,65,000 രൂപ ഫൈനൽ കൊടുക്കാം. ലോൺ എന്തായാലും 2.40 ഒക്കെ കിട്ടൂല? ലോൺ 2.5 കൊടുക്കല്ലോ. 13 മോഡൽ ഉണ്ടല്ലോ. 2.5 ലോൺ കിട്ടുന്നുണ്ടോ? ഓട്ടോമാറ്റിക് AC, 4 door 4 windows AC, പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ബേസിക് ഫീച്ചർ വരുന്നുണ്ടാവുക. അത്യാവശ്യം ടയർ കണ്ടീഷനെ കാണുന്ന റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായിട്ട് പറയാൻ? ഒന്നുമില്ല. എടുക്കുന്നൊക്കെ വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. ഇനി അടുത്തത് ഇത് വരുന്നത് 2020 മോഡല് 21 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് VXI. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 75 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. നമുക്ക് ലോണൊക്കെ എത്ര പറയാൻ പറ്റും? ലോൺ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5.25 ആ റേഞ്ച് ലോൺ കൊടുക്കാം. 5.25 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടാവും. 2020 മോഡൽ സ്വിഫ്റ്റ് 21 രജിസ്റ്റർ. ഓക്കെ. ക്ലീൻ വണ്ടി.
ലെതർ സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം അഡീഷണൽ ഉണ്ട് അതിൽ. ഓക്കെ, ടയർ ഒരു ടെൻഷനും ഇല്ല, 4 പുത്തൻ ടയറാണ്. 18-24 മൈലേജ് കിട്ടുന്നുണ്ടോ? അതെ അതെ, ശരി. ഫാൻസി നമ്പറാണ് 0707. WRV 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ, VX ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുള്ള് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ്. നമുക്ക് പെട്രോൾ ആണോ? ഡീസൽ ഫുൾ ഓപ്ഷൻ വാഹനം കേട്ടോ. ഇത് നമുക്ക് 6,85,000 രൂപ കൊടുക്കാം. 6,85,000 2017-18. അതെ അതെ. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് സിംഗിൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഒരു നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡീസൽ എങ്ങനെയാലും 20 പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടോ? മൈലേജ് കമ്പനി തന്നെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എടുക്കുന്ന നോക്കുമ്പോൾ നിലവിൽ വർക്കൊന്നും ഇല്ലല്ലോ? ഒരു വർക്കും ഇല്ല, പെൻഡിങ് വർക്കൊന്നുമില്ല. ഓക്കെ, ലോണൊക്കെ ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ കൊടുക്കാം നമുക്ക്. അടുത്ത WRV ആണെങ്കിലോ? അടുത്ത WRV 2017 മോഡൽ തന്നെയാണ്, VX ആണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷൻ, സെയിം ഓപ്ഷനാണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് 6,75,000 കൊടുക്കാം. 6,75,000 ഫുൾ ലോൺ കൊടുക്കാം നമുക്ക്. ഓക്കെ, 2 വണ്ടിക്ക് റീപ്ലേസ്മെന്റ് ഇല്ല, 2 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്, 2 വണ്ടിയും VX ആണ്. ഒരു വാഹനം മാത്രം വരുന്നത് 2017 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അതെ 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 അതെ. ഇതിനും 17 നമുക്ക് ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഫുൾ ലോൺ കൊടുക്കാം. കസ്റ്റമർക്ക് പേപ്പറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. പ്രൊഫൈൽ ഉള്ളവർക്ക് മാക്സിമം ഫുൾ ലോൺ എടുക്കുന്ന 2 വണ്ടി വിശ്വസിച്ച് എടുക്കാൻ പറ്റൂലേ? 100% കൊടുക്കാം. അടുത്ത നമുക്ക് വരുന്നത് 2018 മോഡൽ E+ ക്രെറ്റ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 1.4 ആണോ 1.6? 1.4 18-20 ഡീസലിന് മൈലേജ് കിട്ടൂലേ? അതെ, 20 കിലോമീറ്റർ തന്നെ കിട്ടും. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1.20 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. കറക്റ്റ് പക്ക സർവീസ് ഉള്ള വണ്ടി. 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്പെയർ കീ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അലൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2018 ക്രെറ്റ നമുക്ക് 8-10 നമ്മളോട് ആവശ്യപ്പെടുന്നത്. 8,10,000 രൂപ. എന്തെങ്കിലും നമുക്ക് കുറച്ച് ചെയ്യാം. 2018 ക്രെറ്റ ഡീസൽ. അതെ, 8-10 റേറ്റ്. ഇനിയും കുറയോ? നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എന്തായാലും ലോൺ 1000 മേലെ കൊടുക്കാം. കൊടുക്കാം. അടുത്ത് 2021 മോഡൽ വെനുവാണ്. ഡീസൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ. വേരിയന്റ് വരുന്നത് S+ ആണ്. അതെ അതെ അതെ. 1,10,000 1,11,000 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. ഇല്ല, മേജറായിട്ടുള്ള സംഗതികളൊന്നുമില്ല. എടുക്കുന്ന നിലവിൽ വർക്കുകളൊന്നുമില്ല. പിന്നെ സാധാരണ ഇപ്പോൾ സെക്കൻഡ്സ് വാഹനം എടുക്കും നമ്മൾ, പിന്നെ ഫിൽറ്ററൊക്കെ എല്ലാം മാറും. അതെ അതെ, അങ്ങനെ അത് മാത്രം, വേറെ ഒന്നുമില്ല. അതെ അതെ. റേറ്റ് നമുക്ക് വളരെ കുറച്ച് കൊടുക്കാം. 6,75 കൊടുക്കാം നമുക്ക്. അതെ 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 അതെ. ഓൾമോസ്റ്റ് ഫുൾ ലോൺ കൊടുക്കാം നമുക്ക്. ഫുൾ ലോൺ തന്നെ കൊടുക്കാം. അതെ, ധൈര്യത്തിൽ എടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ റാപ്പ് ചെയ്യാണ്. നസറുക്ക, വണ്ടീൻ്റെ റേറ്റ് ഒക്കെ ഫൈനില്ലാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു നീക്കുപോക്ക് വിട്ടുവീഴ്ച 100%. ഓക്കെ, വിട്ടുവീഴ്ച ഉള്ളു നമ്മളത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ വരുന്ന ആൾക്കാർ ആധാർ കാർഡ്, പാൻ കാർഡ്, വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ ലോണിന്, അതവർ നമുക്ക് വാട്സപ്പ് തന്നാൽ മതി. ആധാർ കാർഡ്, പാൻ കാർഡ്, ഗ്യാരണ്ടർ ആണോ അവർ ആധാർ കാർഡ്, പാൻ കാർഡ്. ഓക്കെ, അത് നമുക്ക് വാട്സപ്പ് തന്നാൽ മതി. ബാക്കി പേപ്പേഴ്സ് മൊത്തം ഫോണിലൂടെ ആണല്ലോ ഇപ്പോൾ. അതിപ്പോൾ ലോൺ ഓക്കെ ആയതിന് ശേഷം മാത്രം അവരെന്തായത് അവർ ബാങ്കിൽ നിന്ന് ആളുകാർ വിളിക്കുമ്പോൾ ആ പേപ്പേഴ്സ് അവർ കൊടുത്താൽ മതി. ശരി. പിന്നെ നമ്മൾ ഫുൾ ലോൺ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടാത്ത സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിബിലിന്റെ അകത്തുള്ള വിശ്വാസം, കസ്റ്റമർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സിബിൽ കുറവോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതല്ലാതെ മാക്സിമം ഫുൾ ലോൺ ചെയ്യാം. മാക്സിമം ഫുൾ ലോൺ ചെയ്യാം. അപ്പോൾ അത്രയ്ക്ക് വീഡിയോയിൽ പറയണം. മറ്റു വീഡിയോ കാണുമ്പോൾ അഭിനയിക്കും.